மல்லிகை பூவாய் மாறிவிட ஆசை தென்றலை கண்டு. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മ സയൻസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ സെൽഫി സ്റ്റിക്കിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സെൽഫി സ്റ്റിക്ക്. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇതിൻ്റെ ഇവിടെ അങ്ങനെയുള്ളതും ബ്ലൂടൂത്തിൻ്റെ ഇതൊക്കെ മൊത്തം പൊട്ടിപ്പോയിട്ടൊക്കെ പോയി. ഇത് ഞാൻ റീൽസൊക്കെ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം അത് ഉറച്ച് നിൽക്കണില്ല. ഇവിടെയൊക്കെ പൊട്ടിയപ്പോൾ ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. 200 സംതിങ് ആണ് വില. പിന്നെ സംഗതി നല്ലതാണ്. പക്ഷെ ഇവിടെ പൊട്ടിപ്പോയത് കൊണ്ട് എന്താ വെച്ചാൽ പൊട്ടിപ്പോയിട്ടില്ലെങ്കിലും ഇത് നല്ലോണം ഇതാവും. പക്ഷെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഫോൺ വയ്ക്കുമ്പോൾ അത് മറിഞ്ഞു വീഴും. അങ്ങനത്തെ സ്ഥിതിയായിരുന്നു. അതാണ് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ മാക്സി പെട്ടി ഉണ്ട്, എൻ്റെ ഡ്രസ്സ് വയ്ക്കുന്ന പെട്ടീൻ്റെ, ആ പെട്ടീൻ്റെ നടുവിൽ ഇത് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഫോൺ ഇതിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് റീൽസ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ 2 തലേനൊക്കെ വെച്ച് സെറ്റാക്കി അങ്ങനെയൊക്കെയാണ്. കാരണം ഇതൊക്കെ ഒഴിവാക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ മുന്നേ ഇപ്പോൾ യൂട്യൂബിലത്തെ ആദ്യത്തെ വരുമാനം കിട്ടിയാൽ നമുക്ക് നല്ലൊരു സെൽഫി സ്റ്റിക്ക് വേണം, അങ്ങനെ ലൈറ്റുള്ള സെൽഫി സ്റ്റിക്കൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ ഞാനത് മറന്നുപോയി കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ന്യൂ ഇയറും ഒക്കെ അല്ലേ. ഇന്നലെ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നതാണ്. ഞാനിന്ന് ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഇത്രയും സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടില്ല. ഗിഫ്റ്റ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ പുറത്ത് ഒരുപാട് സംഗതികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ട് സന്തോഷം വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കാണണ്ടേ ആ ഗിഫ്റ്റ്. ഞാനിത് ആ ഗിഫ്റ്റ് കാണിച്ചു തരാം വീഡിയോ കൂടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. കണ്ടോ, ട്രൈപോഡാണേ. അപ്പോൾ അത് നമുക്ക് കൈ കിട്ടുന്ന സമയത്ത് ഈ ഇതുണ്ടല്ലോ, റിംഗ് ലൈറ്റ് വേറെ ആയിട്ടും വേറെ പെട്ടിയിലും സെൽഫി സ്റ്റിക്ക് വേറെ പെട്ടിയിലും ആയിട്ടാണ് കിട്ടുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റിംഗ് ലൈറ്റ് ഞാൻ വിചാരിച്ചത് ആദ്യം ട്യൂബ് ലൈറ്റിൻ്റെ പോലെ ചില്ലാണെന്ന് ഉള്ള വിചാരത്തിലാണ് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചത്. മറന്നുപോയത്, സത്യം പറഞ്ഞാൽ വേണ്ടാന്നുള്ളൊരു ഇതിലെത്തിയത്. അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമോ എന്നുള്ളത് കരുതിയിട്ടാണ് കേട്ടോ. എങ്ങാനത് വീണ് പൊട്ടിയാൽ എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ ഇത് വെയിറ്റ് ഇല്ല, ചില്ലല്ല, നമുക്ക് ഇതുണ്ടോ മാനേജ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ. പിന്നെ ഒരു കവറിൽ ജോയിൻ ചെയ്യാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു. ഇതുണ്ടായിരുന്നു, ഫോൺ വെക്കുന്ന ഇത്, സ്റ്റാൻഡ്, ഇതും ഒക്കെ വേറെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതും നമ്മൾ ഫിറ്റ് ചെയ്തതാണ്. ഇത് ഈ ബെയറിങ് ഉള്ള സാധനമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഈ സ്ക്രൂ ഇങ്ങനെ മുറുക്കണതിനനുസരിച്ചിട്ടാണ് ഇത് ടൈറ്റായിട്ട് നിൽക്കുക. ഇത് അയഞ്ഞാൽ ഇതുകൊണ്ട് വീഴും, അങ്ങനെയാണ്. അപ്പോൾ ഈ സ്ക്രൂ ആണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, കൺട്രോൾ ചെയ്യണ ഭാഗം കേട്ടോ. പിന്നെ നമ്മളുണ്ടല്ലോ, ഇതാ ഇങ്ങനെ ആക്കണതിനനുസരിച്ച് നമുക്ക് നീട്ടാം ഇത്. പിന്നെ അതുപോലെ തന്നെ താഴത്തുണ്ട്. താഴത്ത് നമുക്ക് എത്ര വേണമെങ്കിൽ നീട്ടാം. അങ്ങോട്ട് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള ചാർജറാണ്. പക്ഷെ നമ്മളിത് ചാർജ് ചെയ്ത് വെക്കേണ്ട ഒരാവശ്യമില്ല. പഴയൊരു ചാർജറിൻ്റെ ഇത് കണ്ടില്ലേ, ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ വയറ് കുത്തി കൊടുത്ത് നമ്മൾ ജസ്റ്റ് പ്ലഗിൽ വെച്ചിട്ട് സ്വിച്ച് ഓണാക്കിയാൽ മതി. ഓണാക്കിയ ഉടനെ അതങ്ങോട്ട് കത്തൊന്നുമില്ല. പിന്നെ അതാ അമ്മു കാണിച്ചു തരും കേട്ടോ. ഇത് ഓൺ ആക്കാനും അതേപോലെ സ്വിച്ച് ഓഫ് ആക്കാനും ഉള്ളതാണ്. ഇത് ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാല് കുറയ്ക്കാനായിട്ട് രണ്ടാമത്തെ അല്ലേ. പിന്നെ പല ലൈറ്റും ആവും. ഏത് മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ 3 കളർ ലൈറ്റ് ആണ് ആവുക. അതും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റത്തെ കൂട്ടാനുമാണ്. ഇതിപ്പോ നമുക്ക് കൂട്ടണമെങ്കിൽ നല്ല കൂട്ടി എടുക്കാം. അടിപൊളിയാണല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം വീഡിയോ എടുത്തതിൽ തെറ്റിപ്പോയതും കൊണ്ടാണ് അമ്മു പറയാമെന്ന് പറഞ്ഞ് അവളെ ഏൽപ്പിച്ചതാണേ. അപ്പോൾ അവളത് കറക്റ്റായിട്ട് പറഞ്ഞല്ലേ. അവർ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർക്ക് അറിയാം കേട്ടോ ജസ്റ്റ് ഇതിനെ പറ്റിയിട്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എനിക്ക് കിട്ടിയ സർപ്രൈസ് ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? അപ്പുറത്ത് കിട്ടിയപ്പോൾ അതിന് ഇരട്ടി സന്തോഷം. പിന്നെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ടും ന്യൂ ഇയർ ഗിഫ്റ്റായിട്ടും ഒക്കെ പറയാം അതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. എന്താ പറയുക, അമ്മ ഇങ്ങോട്ട് പറ,
എന്താ അപ്പോ ഈ ഒരു വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം? ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.